വാർത്തകൾ തുടരുന്നു. വെള്ളാഞ്ചിറ തിരുവോണം പരസ്പര സഹായ പുരുഷ സംഘം സംഘടിപ്പിക്കുന്ന KT ജോസ് സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള വനിതാ ഓണംകളി മത്സരം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30 തെക്കേ വെള്ളാഞ്ചിറ ജംഗ്ഷൻ മൈതാനിൽ നടക്കുന്ന മത്സരത്തിൽ മൈഥിലി കുറ്റിച്ചിറ, വിസ്മയ മതിലകം എന്നീ ടീമുകൾ മാറ്റുരയ്ക്കും. സിനിമാ താരം അനിൽ ആന്റോ ഉദ്ഘാടനം ചെയ്യും. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ മുഖ്യ അതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ KJ വിൽസൺ, പ്രസിഡന്റ് പ്രീജു ആന്റണി, സെക്രട്ടറി ഡെൻപോൾ P പാറയ്ക്കൽ, ട്രഷറർ സന്തോഷ് അരിക്കാടൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ഓണാഘോഷം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. സ്പർശം പ്രസിഡന്റ് ജോഷി മാളയേക്കൽ അധ്യക്ഷനായി. ഗായകരായ സുധീഷ് ചാലക്കുടി, ബാബു ചാലക്കുടി എന്നിവർ മുഖ്യ അതിഥികളായി. സെക്രട്ടറി കലാഭവൻ ജയൻ, അഡ്വക്കേറ്റ് രശ്മി മോഹൻദാസ്, രജി സുനിൽ, ലക്ഷ്മി ജയൻ, PM ഉമ്മ, സുനിത ശിവരാജൻ, സുമി നിക്സൺ, ശാന്ത ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. നിരവധി ഓണാഘോഷങ്ങൾ ഈ ഒരു വർഷത്തിൽ ഞാൻ പങ്കെടുത്തെങ്കിലും അതിൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന 2 ഓണാഘോഷങ്ങളിൽ ഈ 2 ഓണാഘോഷങ്ങളാണ്. നമ്മുടെ ഭൂമിയിലെ മാലാഖമാരോടൊപ്പം ഓണാഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. 2ാമത്തെ ഓണാഘോഷമാണ് ഞാനിപ്പോൾ ഇന്ന് വീണ്ടും അവരോടൊപ്പം ഒന്ന് പങ്കേറാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇവിടെ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ വർഷവും എന്നെ വിളിക്കുന്നത് തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. എന്നെ ഓർത്ത് കൃത്യമായിട്ട് ജോഷി എന്നെ വിളിക്കുകയും അതോടൊപ്പം തന്നെ ജയനും ജോഷി ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കൂടുതൽ ബന്ധങ്ങൾ കാസൂക്ഷിക്കാനൊക്കെ ഇത് നമുക്ക് വളരെയേറെ ഇടവരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും ഇതുപോലെ തന്നെ ജയനും ജോഷി മുൻകൈ എടുത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചായിട്ട് എനിക്കറിയാവുന്നതാണ്. കാരണം പ്രാവശ്യം സംഘടിപ്പിച്ചത് ലയൺസ് ഹാളിലായിരുന്നു. ഞാനതിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറം, INTUC മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സമരം നടത്തി. സമരം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഫോറം രക്ഷാധികാരി K സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത സുനിൽ ചാലാക്ക, പഞ്ചായത്ത് അംഗങ്ങളായ സിജു ഈരാളി, അഡ്വക്കേറ്റ് ജേക്കബ് മഞ്ഞളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ്, ഷെമിത ബിജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ്, ഡേവിസ് മണവാളൻ, ജോസൻ V ആന്റണി, ജോമോൻ ഓലിയപ്പുറം, അലക്സ് ആൻഡു, ദിനു ജോർജ്, ഷൈബി പാപ്പച്ചൻ, ME സെബാസ്റ്റ്യൻ, ജോസ് അരീക്കൽ, PV ജോബി, സണ്ണി പൈനാടത്ത്, ലാലു പുളിക്കത്തറ, ഡേവിസ് ചൂരമന, KA വർഗീസ്, സ്റ്റാലിൻ മഞ്ഞളി, ബൈജു കോളാട്ടുകുടി, രാജു ഡേവിസ്, നിക്കോളസ് ചിറമേൽ എന്നിവർ പ്രസംഗിച്ചു. പൊതുശ്മശാനം അനുവദിക്കുക, ബസ് സ്റ്റാൻഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ചന്ദ്രപുരയിൽ ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മാണം ആരംഭിക്കുക, വടക്കുംഭാഗം ചന്ദ്രപുര കവലകളിൽ ശുചിമുറി അനുവദിക്കുക, പൊതുമാർക്കറ്റ് നിർമ്മാണം വേഗത്തിലാക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, വൺ വേ സമ്പ്രദായം നടപ്പിലാക്കുക, ചന്ദ്രപുരയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കുക, പ്രധാന കവലകളിൽ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം അനുവദിക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നടപ്പിലാക്കുക, പോലീസ് എയ്ഡ് പോസ്റ്റും CCTV ക്യാമറയും ഏർപ്പെടുത്തുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. 4 വർഷമായി പഞ്ചായത്തിന്റെ ഭരണം മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. എല്ലാവരും ഒന്നിക്കുന്നു. ഈ സാമൂഹ്യ വികസനത്തിനെതിരെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരെടുപ്പിനെതിരെയും അഴിമതിക്കെതിരെയുമുള്ള ധർണാ സമരവുമായിട്ടാണ് ഈ ധർണാ സമരം 2010 എല്ലാം തോടുകളാക്കി എന്തേ മൂടാത്തെ തോടുകളൊന്നും മൂടാത്തെ
വടക്കുംഭാഗം സമിതിക്കോ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ അവരെ നിയന്ത്രിക്കുന്ന ആളുകൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. വളരെ ഖേദകരമാണ്. ഏറെ അനിവാര്യമായി CPM-ലെ മുതിർന്ന നേതാവ് MM ലോറൻസ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് CPM-നെ വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളാണ് MM ലോറൻസ്. 2015 മുതൽ പാർട്ടി സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി തുടരുന്ന MM ലോറൻസ് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, എറണാകുളം ജില്ലാ സെക്രട്ടറി, ഇടതുമുന്നണി കൺവീനർ, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, 1980 മുതൽ 1984 വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത്. ഇടപ്പള്ളി സമരത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ്. 1950 അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിഭീകരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായി. 2 വർഷത്തോളം വിചാരണ തടവുകാരനായി കഴിഞ്ഞു. 1965 കരുതൽ തടങ്കൽ നിയമമനുസരിച്ചും അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം വിവിധ ജയിലുകളിൽ കഴിഞ്ഞു. എറണാകുളം മുളവുകാട് മാടമാക്കൽ അവിര മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായി 1929 ജൂൺ 15 ജനനം. എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂൾ, മുനൗറിൽ ഇസ്ലാം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലോറൻസ് 10ാം തരം വരെയേ പഠനം നടത്തിയിട്ടുള്ളൂ. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായതോടെ പഠനം ഉപേക്ഷിച്ചു. ഈസ്റ്റ് കുറ്റിച്ചിറ ലക്ഷ്യപുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി 4 വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന അഖില കേരള ഓണംകളി മത്സരം അരങ്ങേറും. ഈസ്റ്റ് കുറ്റിച്ചിറ ശ്രീ പുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിനടുത്താണ് ഓണംകളി മത്സരം അരങ്ങേറുന്നത്. ഈസ്റ്റ് കുറ്റിച്ചിറ ലക്ഷ്യപുരുഷ സ്വയം സഹായ സംഘം അണിയിച്ചൊരുക്കുന്ന അതിഗംഭീര അഖില കേരള വനിതാ ഓണംകളി മത്സരം ഈ വരുന്ന സെപ്റ്റംബർ 22 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ കുറ്റിച്ചിറ ശ്രീ കുരമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഈ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ നല്ലൊരു ആഘോഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പൊ നമ്മൾ ഈ ഓണംകളി നടത്തുന്നത് 2ാം വട്ടമാണ്. നമ്മൾ അഖില കേരള 2ാമത്തെ ഓണംകളി മത്സരമാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ 7 ടീമിന് വെച്ചൊരു കൈക്കൊട്ടുകളിയും ഓണംകളി മിക്സ് ചെയ്തൊരു പരിപാടി നടത്തിയായിരുന്നു. അപ്പൊ ഈ കൊല്ലം 4 ടീമിന്റെ മത്സരകളിയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ. ആ ടീമുകൾ ഒന്നാമത് വൈദേഹി കുറ്റിച്ചിറ, മുരുകസേന ഇരിങ്ങാലക്കുട, മഫസൽ മുരിയാട്, കാവിലമ്മ പൂലാനി എന്നീ 4 ടീമുകളാണ്, പ്രമുഖരായ 4 ടീമുകളാണ് ഈ വേദിയിലേക്ക് നാളെ സെപ്റ്റംബർ 22 വരാൻ പോകുന്നത്. അപ്പൊ അതിഗംഭീര ഓണംകളി മത്സരമായിരിക്കും നമ്മുടെ ഈ കുറ്റിച്ചിറ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പൊ ഈ നല്ലൊരു ഓണംകളി വേദിയിലേക്ക് എല്ലാ നാട്ടുകാരെയും സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെ കട നടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പാലാരിവട്ടം സ്വദേശി മിൽട്ടനാണ് പരിക്കേറ്റത്. വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മേലൂർ സ്വദേശി വർഗീസിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിയ്യാർപുരം ഗവൺമെന്റ് ITയിൽ പ്ലംബർ 1 വർഷ കോഴ്സ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷ കോഴ്സ് എന്നിവയിൽ പട്ടിക വിഭാഗത്തിന് നീക്കിവെച്ചതിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ചേരാവുന്നതാണ്. പ്രായപരിധിയില്ല, ഫീസില്ല, മുഴുവൻ പഠനവും സൗജന്യം. കൂടാതെ എല്ലാവർക്കും പോഷകാഹാരം, ഉച്ചഭക്ഷണം, യൂണിഫോം, സ്റ്റഡി ടൂർ അലവൻസ്, ടെക്സ്റ്റ് ബുക്കുകൾ എന്നിവ സൗജന്യമായി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ്, ഹോസ്റ്റൽ അലവൻസ്, ലംസം ഗ്രാന്റ്, ടൂൾ കിറ്റ് അലവൻസ്, പാസ്സാകുന്ന എല്ലാവർക്കും പ്ലേസ്മെന്റ് എന്നിവ നൽകും. മൂക്കന്നൂർ ആഴകം കരയെടുത്ത് KV വർഗീസ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പാലിശ്ശേരി മഞ്ഞളി പിണ്ടിയാൻ ജോർജിന്റെ മകൻ ഷാജി നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദീപ്തസ്മരണകൾ അയവിറക്കി ആചരിച്ചു. വയനാട് ദുരിതാശ്വാസ ചെലവ് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ.
CPM-ലെ മുതിർന്ന നേതാവ് MM ലോറൻസ് നിര്യാതനായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.